സിനിമാ അഭിനേതാക്കളുടെ സംഘടനയെ അമ്മയുടെ യോഗത്തിന് ശേഷം ഇപ്പോൾ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല അതിൽ. പക്ഷെ അവർക്ക് ഫ്രീ ടു ഗോ. കോടതിയുടെ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫയല് ഇനി തുറക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ആവശ്യം ഇപ്പോഴും അങ്ങനെ പറയാം, അങ്ങനെയും പറയാം. രണ്ട് സൈഡിലും ഇത് നമുക്ക് അത്രയല്ലേ, നമുക്ക് പറയണ മൊഴി വെച്ചിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, മിനിറ്റ്സിലുള്ള ഡോക്യുമെന്റ്സ് വരെ ഇതിലുണ്ട്. അപ്പോൾ മിനിറ്റ്സ് വെച്ചിട്ട് നോക്കിയ ഇതിലാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ വന്നത്. നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. നമ്മളുടെ ഈ പ്രൊസീജിയർ അപ്പൊ ഈ റിപ്പോർട്ട് ഇനി നമുക്ക് കുറ്റം ഇത് മറ്റേ കംപ്ലൈന്റ് തന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. പിന്നെ അവർ തീരുമാനിക്കും. അവർക്ക് വേണമെങ്കിൽ കോടതി പോവുകയോ ഫർദർ പ്രൊസീഡിങ്സ് നടത്തുകയോ ചെയ്യാം. അത് നമുക്കൊരു ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആസ് എൻ ഓർഗനൈസേഷൻ ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഇതാണ്. ഇതിൽ ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നവർ പോലും ചില പരാതികൾ ഈ വിഷയത്തിലുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇത് റിപ്പോർട്ട് കണ്ട ശേഷം തൃപ്തരാണ്. അല്ല, ഞങ്ങൾ അവരെ അല്ലാതെ ബോധ്യപ്പെടുത്തുക. ആദ്യമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ചത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇത് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീഡിയയോട് ഇത് പറയുന്നത്. ഇനി ഇതിൽ പങ്കെടുത്തതിൽ ഭാഗഭാക്കായിട്ടുള്ള അല്ലെങ്കിൽ മൊഴി തന്നിട്ടുള്ള ആർക്കെങ്കിലും ഞങ്ങൾക്കിത് വീണ്ടും പരിശോധിക്കണം, ഞങ്ങൾക്ക് തൃപ്തരല്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പോട്ട് വരാണെങ്കിൽ ദേ ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഈ റിപ്പോർട്ട് നമ്മൾ ഇസിന്റെ ഏത് മെമ്പറിനും വേണമെങ്കിൽ വായിക്കാം. വായിച്ചു കഴിഞ്ഞു. ആക്ച്വലി സീൽഡ് കവറിലെ മൊഴികളാണ്. ഇത് നമ്മൾ ഇനി ആർക്കും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഓൺലി ടു ദ മീഡിയ. പക്ഷേ ഇസിയിൽ വെച്ചിട്ട് മൊഴികളുടെ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിലാണ് ഇത് സീൽ ചെയ്തത്. ഷോ 35 അല്ല 35. ഇത് 2:45 എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇസി ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ ചർച്ച നമ്മളുടെ. പിന്നെ നമ്മളിപ്പോൾ കുടുംബസംഗമം വരാൻ പോവാണ്. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ ഈ 2 ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് വന്ന് 2:45 3 o'clock ആയിരുന്നു നമ്മുടെ ഇസി. 2:45 എനിക്ക് അഡ്വക്കേറ്റ് തരുന്നു. 3 o'clock ഞാൻ പ്രസന്റ് ചെയ്തു. അവർക്ക് വേണമെങ്കിൽ വന്ന് വായിച്ചു നോക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് വായിച്ചു നോക്കാം അല്ലേ. ഈ ഇതിൽ മൊഴി തന്നിട്ടുള്ള ആൾക്കാർക്ക് അവരെല്ലാം സൈൻ ചെയ്ത മൊഴികളാണ്. മെമ്പേഴ്സിനൊന്നും അയക്കൂല. അത് ജനറൽ ബോഡിയിൽ നമ്മൾ ഇത് ഉന്നയിക്കും. ഇത് ഫുള്ള് വീണ്ടും പ്രസന്റ്. ബിക്കോസ് ഇസി കഴിഞ്ഞിട്ട് ജനറൽ ബോഡിയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. ജനറൽ ബോഡിയിൽ എന്തായാലും ബിക്കോസ് ഇത് ഈ മീഡിയന്റെ മുമ്പിൽ വന്നത് തന്നെ ഓൺലി ബിക്കോസ് അവർ മീഡിയയിലാണ് പോയത് ആദ്യം. അമ്മേൻ്റെ ജനറൽ ബോഡിയിലല്ല ഈ പ്രോബ്ലം ഉന്നയിച്ചത്. അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഈ ഒരു എന്താ പറയുക August 15th ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളത് എന്താ പറയുക ആ കംപ്ലൈൻറ്റ് നിങ്ങൾ എടുക്കുമോ